ഹായ് ഗൈസ്, അപ്പോൾ ശിവരാത്രിയായിട്ട് ഞാൻ ആലുവയിൽ താമസിച്ചിട്ട് എങ്ങനെ മണപ്പുറത്ത് പോകാതിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നമുക്ക് മണപ്പുറത്ത് പോകാമെന്ന്. അങ്ങനെ ഇതാ എൻ്റെ വീഡിയോ എടുക്കണം കണ്ടപ്പോഴത്തേക്ക് അവൻ കണ്ണാടിയൊക്കെ വെച്ച് വന്നതാ. നമ്മൾ ഇവിടെ ചെന്ന പാടെ ഇവരെന്നോട് പറഞ്ഞു വ്ളോഗ് എടുക്കരുതെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ആക്ച്വലി വ്ളോഗ് എടുക്കുന്ന കാര്യം ഓർത്തത്. ഇവർ മുഖം കാണിക്കരുത്, ഇവർ കേസ് കൊടുക്കുന്നവരെ പറഞ്ഞു. ആര് മൈൻഡ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ കാണുന്ന റൈഡ് കണ്ടതും എൻ്റെ കിളി പോയി. ഞാൻ വണ്ടർലയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവർക്കാണെങ്കിൽ ഇത് കയറണം, എനിക്കാണെങ്കിൽ ഇത് വണ്ടർലയിൽ കയറാൻ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ സേഫ്റ്റി ഇല്ലാത്തൊരു പ്രശ്നം കാരണം ഭയങ്കര ടെൻഷനായിരുന്നു. ആ ഷോളും മുടിയൊക്കെ അധികം തൂങ്ങിക്കിടക്കണ കണ്ടില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഈ കൊട്ടവഞ്ചി നോട്ട് ചെയ്തിട്ട് നേരെ പോയി ജൈന്റ് വീലിൽ കയറാൻ പോയി. അപ്പോൾ അതാ 2 കുട്ടികളെ കണ്ടു നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അതിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല. ഇത് മെല്ലെ മെല്ലെ ഇങ്ങനെ പൊങ്ങി തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോഴാണ് എന്നേക്കാ പേടിയായിട്ട് ഒരുത്തൻ. പേടിയില്ല. അതിന്റെ ഇടയിൽ കൂടെ ഇവര് കിടന്ന് അത് കുലുക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. എനിക്കാണെങ്കിൽ പേടിയാവണ്ടേ, ഇത് വല്ല പൊട്ടി താഴെ വീഴോ എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ പേടി, വേറൊന്നുമല്ല. പിന്നെ എനിക്ക് ഹൈറ്റും കുറച്ച് പേടിയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ലക്ഷ്യമായ ഇതെന്താ പറയാത്, ആകാശൂനാല അല്ല വേറെന്തോ, ആ ബായി ഇരിക്കണം നോക്ക്, എത്ര കൂളായിട്ടാണ്. ബാക്കിയുള്ളവരുടെ മുഖം നോക്ക്. അതായത് നമ്മളും കയറി. ഈ ബാക്കിൽ നിൽക്കുന്ന ചേട്ടന്മാരുടെ സാഹസം കണ്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഏറ്റവും ഹരം പിടിച്ചൊരു കളിയാണിത്. എന്താണെന്നറിയില്ല, എത്ര എറിഞ്ഞിട്ട് ഉന്നമില്ലാത്ത ഈ 3 പേർക്കും ഒന്നും കിട്ടിയില്ല. എന്നിട്ടും ഇവർ വീണ്ടും ട്രൈ ചെയ്തോണ്ടിരുന്നു. അങ്ങനെ കുറെ തവണ ട്രൈ ചെയ്തു. പക്ഷെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഗിഫ്റ്റ് പോലും കിട്ടിയില്ല ഗൈസ്. എത്ര എറിഞ്ഞിട്ടും അവസാനം ഫുട്ബോൾ വരെ എറിഞ്ഞു, ആകാശത്തേക്കൊക്കെ എറിഞ്ഞു. പക്ഷെ കറക്റ്റ് സാധനത്തിൽ കൊണ്ടില്ല. അങ്ങനെ അതിന്റെ ഡിപ്രഷനായിട്ട് അവൻ എന്നോട് ഈ വീഡിയോ ഇടരുതെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, മേ ബി അവൻ എന്നെ കൊല്ലുമായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ എന്താ നോക്ക്, എന്താ ചേട്ടൻ്റെ ലൈഫ്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചൊരു കമ്മലും വളയും അങ്ങോട്ട് വാങ്ങി. അതിൻ്റെ ഇടയിൽ ഇവർ കൈയൊക്കെ നോക്കുക. അതേ നമ്മൾ നേരെ പോയത് ഒരു കഫേലോട്ടാ. അയ്യോ, പറയാതിരിക്കാൻ നല്ലത്. ഇറ്റ് വാസ് എ ടോട്ടൽ ഡിസാസ്റ്റർ. ഓർക്കാൻ പോലും എനിക്ക് വയ്യ. എൻ്റെ വീഡിയോയിൽ വരാൻ തീരെ താല്പര്യമില്ലാത്ത എൻ്റെ ഫ്രണ്ട്സിനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ശരി, ബൈ.